ഗീസ് വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് 1 സമയം ഏകദേശം 9:22 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഒരു ട്രേഡ് എടുക്കുന്നില്ല, പ്രത്യേകിച്ച് ഒരു മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുൻപ് എൻ്റെ ഒരു പ്ലാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു അപ്സൈഡ് മാർക്കറ്റ്, ഒരു ഹയർ ലോ ഫോർമേഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു ട്രെൻഡ് ഷിഫ്റ്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 3 മിനിറ്റ് 56,000 ലെവലുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ബീറിഷ് വ്യൂ ആണ് കീപ്പ് ചെയ്യുന്നത്. അതായത് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 10 മിനിറ്റ് ആയിട്ട് എടുക്കും. പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അപ്സൈഡിലോട്ട് ഒരു പുൾ ബാക്ക് വരുവാണെങ്കിൽ അവിടെ നിന്ന് ഒരു സെല്ലിംഗ് എൻട്രി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. 56,000 ലെവലോട്ട് വരുന്ന ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു സിംഗ് ഹൈ ഇപ്പോൾ അവിടെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കാം അവിടെ നിന്ന് എന്തെങ്കിലും വീക്ക്നെസ് വരുമോ എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും ഒരു ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അബദ്ധമാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിൽ യാതൊരു മൊമെൻറ്റും ഒന്നുമില്ല. മാർക്കറ്റ് വളരെ ഫ്ലാറ്റ് ആണ്. അപ്പം നല്ലൊരു മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗീസ്, അപ്പം ആ ഒരു ലെവലിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. ഇപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിയർലി 56,000 ലെവലിൻ്റെ അടുത്തോട്ട് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതാണ് എൻ്റെ പ്ലാൻ. അപ്പം എന്തായാലും ഇവിടെ ഞാനൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുവാണ്. 140 ക്വാണ്ടിറ്റി 4 ലോട്ട് കഴിഞ്ഞ ദിവസം ബൈ ചെയ്ത അതേ സെയിം ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ എപ്പോഴും ലോട്ട് സൈസ് മാറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫിക്സഡ് ലോട്ട് സൈസ് അറ്റ്ലീസ്റ്റ് ഒരു 2-3 മന്ത് നമ്മൾ ചെയ്തിട്ട് മാത്രമേ ലോട്ട് സൈസ് പുതിയ ലോട്ട് സൈസിലോട്ടൊക്കെ മാറാം. പെട്ടെന്ന് ഇൻക്രിമെൻ്റ് ഒന്നും ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് അവിടെ നടന്നിട്ടുണ്ട്. 56,000 ലെവലിലാണ് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നോർമലി ആ ഒരു ലെവലിൽ നിന്ന് സെല്ലേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മേ ബി ഒന്നുകൂടി അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റുകൾ നടത്താം, ഒന്ന് ട്രാപ്പൊക്കെ നടത്താം. സോ എനിവേ ഞാൻ ആ ഒരു സ്റ്റോപ്പ് ലോസിന് അതിനൊരു സ്പേസ് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു വീക്ക്നെസ് കാണുന്ന സമയത്ത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി താഴോട്ട് പോകുന്നുള്ളത് തന്നെയാണ്. സ്റ്റോപ്പ് ലോസ് നിയർലി ഒരു 60 to 100 പോയിന്റ് പ്രീമിയം ബേസ്ഡ് ഞാൻ വെക്കുകയാണ്. കാരണം ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ അത്ര ഒരു വോളാറ്റിൽ മാർക്കറ്റ് അല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്ലാൻ ആൻഡ് അതിനനുസരിച്ചുള്ളൊരു ടാർഗറ്റുമാണ് ഞാൻ അവിടെ കീപ്പ് ചെയ്യുന്നത്. സോ ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അല്ല, പല ആൾക്കാരും ട്രേഡിൽ എടുത്തിട്ടായിരിക്കും വലിയ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക എന്താണ് പ്രൈസ് ആക്ഷൻ എന്നുള്ളത്. ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ആവേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഇമോഷണലി നമ്മളെ ഒരുപാട് ചിന്തകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ ചിന്തകൾ പിന്നെ നമ്മൾ ഈവൻ നല്ലൊരു എൻട്രി ആണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ചെറിയ ലോസിലും അല്ലെങ്കിൽ ഏർലി എക്സിറ്റ് ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ ഡിസിപ്ലിനോടായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗീസ്, അപ്പോൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് 56,000 മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. റൈറ്റ്, സ്റ്റിൽ കോൺഫിഡൻ്റ് ആണ്. ചെറിയ നഷ്ടം മാത്രമേ ഉള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു 56,000 ലെവലിൻ്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് നോർമലി പുതിയ ബയേഴ്സൊക്കെ വരും. റൈറ്റ് അല്ല, പുതിയ ബയേഴ്സ് ഇപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ബൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും 56,000 ലെവൽ നോക്കിയിട്ട്. ആൻഡ് ഓൾസോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓവർനൈറ്റ് സെല്ലിംഗ് പൊസിഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും കൂടുതലും 56,000 ലെവലിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ മേ ബി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടത്തി തിരിച്ച് താഴെ വരാനുള്ള സാധ്യതകളാണ് ഞാനിവിടെ കാണുന്നത് ആസ് പെർ എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഞാനധികം പാനിക് ആവുന്നില്ല. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നൊരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഡെഫിനറ്റ്ലി താഴോട്ട് വരും എന്നുള്ളത് തന്നെയാണ്. റൈറ്റ്, മാർക്കറ്റ് ഇനി ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതൊരു ഡൗട്ട്ഫുൾ ആണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകാം. അപ്പോൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാതെ താഴോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ ലോസ് ലിമിറ്റിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. താഴോട്ട് വരാമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ വെയിറ്റിംഗ്. ഓക്കെ ഗീസ്, അപ്പം നിങ്ങൾ പൊസിഷൻ നോക്കുവാണെങ്കിൽ പ്രോഫിറ്റിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ആ ഒരു 56,000 ലെവലിൽ മുകളിലോട്ട് നിന്നു. പിന്നീട് മാർക്കറ്റ് താഴോട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ബയേഴ്സ് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഈ ഒരു ട്രാപ്പ് ഓൾറെഡി പുതിയ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ സെല്ലിംഗ് പൊസിഷൻ എടുത്തിരിക്കുന്ന ഓപ്ഷൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ നോർമലി അവരുടെ സ്റ്റോപ്പ് ലോസ് നോർമലി 56,000 മുകളിലായിരിക്കും ഉണ്ടായിരിക്കാം കൂടുതൽ പേര്. അപ്പോൾ അവരെ ഒന്ന് ട്രാപ്പ് ചെയ്യിപ്പിച്ച് അവരുടെ ഇമോഷനിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ട്രേഡിൽ അത്യാവശ്യം കോൺഫിഡൻറ്റ് ഉണ്ട്. പിന്നെ ടാർഗറ്റ് കുറച്ച് നമുക്ക് അത്ര ഒരു മൊമെൻ്റ് ഒന്നും മാർക്കറ്റില്ല. നമ്മൾ
നമ്മളെല്ലാ മാർക്കറ്റിലും എല്ലാം 100 പോയിന്റ് 200 പോയിന്റ് 300 പോയിന്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു വോളാറ്റിലിറ്റി കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ മേ ബി ഇന്നത്തെ ഒരു പ്രീമിയത്തിന് ചാർട്ട് നോക്കുവാണെങ്കിൽ മേ ബി ഡേ ഹൈ വരെ പോകാം, മേ ബി പോകാതിരിക്കാം. ബട്ട് നിയർലി ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഞാൻ റിസ്ക് എടുത്തിരിക്കുന്നത് ഒരു 60 to 100 to 60 to 80 പോയിന്റ് ആണ് റിസ്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ടാർഗറ്റ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കണം. അപ്പോൾ ഒരു 60 അബോവ് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട്. റൈറ്റ്, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യും. ഇമോഷൻസ് എന്നെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും. റൈറ്റ്, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. റൈറ്റ്, ഓക്കെ ഗൈസ്, അപ്പം സമയമായി എക്സിറ്റ് ചെയ്യാനുള്ളത്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. വലിയ മൊമെൻറ്റോ ഇല്ലെങ്കിൽ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അധികം ഞാൻ ഗ്രീഡി ആവുന്നില്ല. ഞാൻ ആ ഒരു ഡേ ലോ വരെ എക്സ്പെക്ട് ചെയ്തിരുന്നു. സോ ബട്ട് മേ ബി ഇവിടെ നിന്ന് ചെറിയൊരു പുൾ ബാക്ക് ഒക്കെ വരുവാണെങ്കിൽ ഓപ്ഷൻ പ്രീമിയം നല്ല രീതിയിൽ കുറയും. അപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്ന് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. യെസ്, എക്സിറ്റഡ് നിയർലി ഒരു 70+ പോയിന്റ്. ഓക്കെ ഓക്കെ, സോ ഇനി ഞാൻ എൻ്റെ അടുത്ത റീസൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും വേറൊരു ട്രേഡില്ല, ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി നാളെ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.